എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കെട്ടിടങ്ങളുടെ ഏതാണ്ട് ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിരുന്ന പെർമിറ്റ് ഫീ, ആപ്ലിക്കേഷൻ ഫീ, റെഗുലറൈസേഷൻ ഫീ എന്നിവ റീഫണ്ടിനായി ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷിക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. കേസ് മാറ്റൽ മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും അപേക്ഷിക്കുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചൊരു സൂചന നൽകുന്ന വീഡിയോയും ചെയ്തിരുന്നു. എന്നാൽ മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും എങ്ങനെയാണ് കേസ് മാറ്റ് വഴി അപേക്ഷിക്കേണ്ടുന്നത് എന്നതിൻ്റെ ശരിയായിട്ടുള്ള മോഡ്യൂൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രോസസ്സ് പൂർണ്ണമായും കാണിക്കുന്നതിന് പരിമിതികളുണ്ട്. അതെന്താണെന്ന് വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്ന് തൊട്ട് അപേക്ഷിച്ചവർക്കാണ് റീഫണ്ട് ലഭിക്കുന്നത്, എത്രാം തീയതിക്കുള്ളിൽ ലഭിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ സിറ്റിസൺ ലോഗിൻ വഴി മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത ശേഷം മുകളിൽ അപ്ലൈ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇടത് സൈഡിൽ കാണുന്ന ലിങ്കുകളിൽ ബിൽഡിംഗ് പെർമിഷൻസ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വലത് സൈഡിൽ കുറേയധികം ലിങ്കുകൾ വരുന്നതും അതിലാദ്യമായി റീഫണ്ട് ഫീ എന്നൊരു ടാബ് കാണാം. ആ ടാബിന് മുകളിലായി ഒരു പ്ലസ് ചിഹ്നവും കാണാം. ആ പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെയാവുകയും വീണ്ടും ആ റീഫണ്ട് ഫീയിൽ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും. ഇവിടെ നമുക്ക് ഒരു ബ്ലാങ്ക് പേജാണ് കാണാൻ സാധിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് അവിടെ കാണുന്ന റീഡ് മീ എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്നാണ് ഈ പോപ്പപ്പ് വിൻഡോയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പെർമിറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കേസ് മാർട്ട് വഴി അല്ല എന്നുണ്ടെങ്കിൽ പെർമിറ്റ് നമുക്ക് കേസ് മാർട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് എഞ്ചിനീയർക്കാണ്, ലൈസൻസിക്കാണ്. ലൈസൻസിക്ക് കേസ് മാർട്ടിൽ ലോഗിനുണ്ട്. ആ ലോഗിനിൽ പ്രവേശിച്ച് പെർമിറ്റ് ഡീറ്റെയിൽസ് നൽകി സബ്മിറ്റ് ചെയ്ത്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാണ് കോർപ്പറേഷന് പറയുന്നത്. അങ്ങനെ നൽകി അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റീഫണ്ടിനായിട്ട് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പെർമിറ്റ് നൽകിയ പ്ലാൻ വരച്ച് നൽകി പെർമിറ്റ് എടുത്ത ആ എഞ്ചിനീയറെ ലൈസൻസിയെ തന്നെ സമീപിക്കണമെന്നില്ല. ഏതൊരു ലൈസൻസിയെ സമീപിച്ചും നമുക്ക് പെർമിറ്റ് ഡീറ്റെയിൽസ് കേസ് മാർട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അപ്രൂവ് ചെയ്യിച്ച് റീഫണ്ടിനായിട്ട് അപേക്ഷിക്കുവാൻ സാധിക്കും. ഞാൻ ലൈസൻസി അല്ലാത്തത് കൊണ്ടാണ് ബാക്കി ഡീറ്റെയിൽസുകൾ അടങ്ങിയ പ്രോസസ്സ് ഇവിടെ കാണിക്കാൻ കഴിയാതെ പോകുന്നത്. ഇവിടെ സെർച്ച് ബാറിൽ ഫയൽ നമ്പർ, പെർമിറ്റിൻ്റെ ഫയൽ നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് എടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്കായിട്ട് കാണിച്ചിരിക്കുന്നത്. പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫയൽ നമ്പറൊക്കെ കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കുവാൻ സാധിക്കും. അവിടെ നമുക്ക് പ്രോജക്റ്റ് ഡീറ്റെയിൽസ്, പ്രോജക്റ്റ് നെയിമും പെർമിറ്റ് നമ്പർ, അതുപോലെ ഇത് സംബന്ധമായ സബ്മിഷൻ ഡേറ്റും വാല്യൂ ഡേറ്റും ഒക്കെ അവിടെ കൊടുക്കേണ്ടി വരും. ഫീ കാൽക്കുലേറ്റർ എന്നുള്ള ഒരു മോഡ്യൂളുണ്ട്. കുറച്ചൊക്കെ ടെക്നിക്കലാണ് ഇത്. ടോട്ടൽ ബിൽഡപ്പ് ഏരിയ, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ തുടങ്ങിയവയൊക്കെ ഇവിടെ നൽകേണ്ടതായിട്ട് വരും. പെയ്ഡ് ഫീ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ ചെയ്തതുപോലെ കൊടുക്കേണ്ടി വരും. ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു രേഖയേ ഉള്ളെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അതിനുശേഷം അവസാനം നമുക്ക് ഒരു ഡ്രാഫ്റ്റ് ലഭിക്കുകയും ആ ഡ്രാഫ്റ്റിൽ നമുക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്ന തുക എത്രയെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ കൊടുത്ത് ഒരു OTP വെരിഫിക്കേഷൻ, സാധാരണ എല്ലാ കേസ് മാർട്ട് ആപ്ലിക്കേഷനും ചെയ്യുന്നത് പോലെ OTP വെരിഫിക്കേഷൻ നടത്തി നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.